അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് അമ്മ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടല്ലല്ലോ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയത്. കുഞ്ഞേച്ചി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ ശല്യം സഹിക്കവയതെ അമ്മ ഇറങ്ങിപ്പോയിന്നാണോ നീ പറഞ്ഞു വരുന്നേ? അല്ല, ഇതിപ്പം കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. എന്റെ ഒരു സംശയം ചോദിച്ചേ ഉള്ളൂ. എന്റെ സന്തോഷത്തിന് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ട്രീറ്റ് അങ്ങനെ മാത്രം കരുതിയാ മതി. ആനു, ലഡ്ഡു. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു. വീട്ടില്ല ഞാൻ അവളെ. ശ്യാമേ, അമ്മ പോയപ്പോ വല്ലാത്തൊരു ശൂന്യതയായല്ലേ? ശരിയാ, വീട് ഉറങ്ങിന്ന് തന്നെ പറയാം. അമ്മയുടെ ലോകമായിരുന്നു ഇത്. എന്റെ ഓർമ്മ മുതല് അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഒരിടത്തേക്ക് അമ്മ പോവാറില്ല. ഹോട്ടലില് പണിയുള്ളതുകൊണ്ട് സ്വന്തക്കാരുടെ കല്യാണം വന്നാൽ പോലും അമ്മ പോയിട്ട് അപ്പൊ തന്നെ തിരികെ വരും. അധികം താമസിക്കുന്നത് അത്ര അത്യാവശ്യം വന്നാൽ മാത്രമാ. ആ അമ്മയാ കുറേ നാളത്തേക്ക് വീട് വിട്ട് നിൽക്കാനായി പോയിരിക്കുന്നേ. അമ്മയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങള്. വല്യേച്ചി, ഈ അടുത്ത കാലത്ത് അമ്മയെ കാണാൻ വന്ന ആ സ്ത്രീ ആരാ? അവരമ്മയെ കാണാൻ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ. വാതിലടച്ചിരുന്ന് സംസാരിക്കുക, വാതിൽ ലോക്ക് ചെയ്തിട്ട് പോവുക. നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന എന്തൊക്കെയോ അമ്മ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. വല്യേച്ചി, അമ്മ വരുത്തി വെച്ച് തന്നെയാ അമ്മ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം. എവിടെയാണെങ്കിലും അസുഖങ്ങളെല്ലാം മാറി സുഖമായ മതിയായിരുന്നു. പഴയ ശാരദമ്മയായി കുടുംബശ്രീ ഹോട്ടലിലേക്ക് അമ്മ തിരിച്ചു വരണം. നമ്മളൊക്കെ ഈ വഴിയമ്പലത്തിൽ വന്നു നിന്ന് പോകുന്ന വഴിയാത്രക്കാര് മാത്രമാ. ഇതൊരിക്കലും അമ്മ നടത്തിക്കൊണ്ടു പോകുന്നത് പോലെ നമുക്ക് നടത്താൻ പറ്റില്ല. വരട്ടെ, 2 ദിവസം കഴിയുമ്പോ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കണം. അമ്മയുടെ വിശേഷങ്ങൾ അറിയുമ്പോ നമുക്കും ഒരു സമാധാനം ആവുമല്ലോ. അതെ. ആരോ വന്നിട്ടുണ്ടല്ലോ. വാ നോക്കാം. അച്ഛനമ്മയെ എങ്ങോട്ടേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞോ? രണ്ടുപേരുടെയും മൊബൈൽ സ്വിച്ച് ഓഫാ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുഞ്ഞേച്ചി, അമ്മയെ കൊണ്ടുപോയത് അച്ഛനല്ലേ? അതിന് നമ്മൾ മക്കള് വെറുതെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? എവിടേക്കാ കൊണ്ടുപോയെന്ന് അറിയണ്ടേ? അത് മക്കളുടെ ഉത്തരവാദിത്വമാ. അല്ലാതെ ചുമ്മാ നടത്തള്ളി വിടുന്നതാണോ അതിന്റെ ശരി? ശാലിനി, നീ വീണ്ടും ഞങ്ങളെ കുറ്റപ്പെടുത്തിയാണല്ലോ സംസാരിക്കുന്നേ. അച്ഛൻ അമ്മയെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണമെന്ന് ഞങ്ങൾക്കും തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അത് ശരിവെച്ചു. നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നീ അപ്പ വന്ന് പറയണമായിരുന്നു. ഓ, അതിന് അമ്മയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്നെ ആരെങ്കിലും അറിയിച്ചോ? കൊണ്ടുപോയി കഴിഞ്ഞല്ലേ എന്നെ വിളിച്ചറിയിച്ചത്? കുഞ്ഞേച്ചി അറിയിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛൻ വിളിച്ച് അറിയിക്കാതിരുന്നത് കുഞ്ഞേച്ചിയെ ഇവരെ അറിയിക്കേണ്ടെന്ന് കരുതിയായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഇതിപ്പോ വലിയ കഷ്ടമായിപ്പോയി. എല്ലാരും കൂടി എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മയ്ക്കെങ്കിലും എന്നെ വിളിച്ചൊന്ന് പറയായിരുന്നു. അതിന് പറ്റിയ മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല അമ്മ. ഇപ്പൊ പിന്നെ അച്ഛൻ ശരിക്കൊരു സന്യാസിയെ പോലെയായി. കാവ്യം രുദ്രാക്ഷമാലയൊക്കെ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആശ്രമത്തിലോട്ടായിരിക്കും. അല്ലെങ്കിൽ
ഏതെങ്കിലും ഒരു ക്ഷേത്രത്തില്. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും അമ്മ ഇപ്പൊ ഉണ്ടാവുക. അമ്മയും കൊണ്ട് ഏതോ ആശ്രമത്തിൽ പോവാണെന്നാ പറഞ്ഞത്. അമ്മയും മാനസിക വിഭ്രാന്തി വന്നതുപോലെയല്ലേ ഇവിടെ നിന്ന്. ആയിക്കോട്ടെ, എന്നാലും എങ്ങോട്ടേക്കാണ് പോയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പോയി കാണാനോ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒക്കെ കഴിയുമായിരുന്നില്ലേ? മക്കളെന്ന നിലയിൽ നമ്മൾ ആ കടമ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കേണ്ടതുമാണ്. ഇതിപ്പോ എവിടെയാണെന്നറിയാതെ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇതിപ്പം ഇരട്ടി തപ്പേണ്ട അവസ്ഥ വന്നു. അമ്മയും കൂട്ടി അച്ഛൻ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അച്ഛൻ കുഞ്ഞേച്ചിയെ വിളിക്കുമായിരിക്കും. ഞങ്ങളെ ആരെയും വിളിച്ചില്ലേലും അച്ഛൻ കുഞ്ഞേച്ചിയെ വിളിക്കും. പിന്നെ ആശ്രമമാണ്, സ്വാമിമാരാണെന്ന് പറഞ്ഞാലും ചികിത്സയ്ക്ക് പണം ആവശ്യം വരുമല്ലോ. പിന്നെ അച്ഛന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ തീർച്ചയായും കുഞ്ഞേച്ചി അച്ഛൻ വിളിക്കും. ഇനി ഞങ്ങളെ വിളിച്ച് വിവരം പറയുവാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞേച്ചി വിളിച്ച് പറയാം. അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് അമ്മ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടല്ലല്ലോ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയത്. കുഞ്ഞേച്ചി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ ശല്യം സഹിക്കവയതെ അമ്മ ഇറങ്ങിപ്പോയിന്നാണോ നീ പറഞ്ഞു വരുന്നേ? അല്ല, ഇതിപ്പം കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. എന്റെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ പിന്നീട് അങ്ങനെ ആയിരുന്നു എന്ന് ആരും പറയരുത്. എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. എന്തായാലും അമ്മയെ ഞാൻ അന്വേഷിക്കാതിരിക്കില്ല. അച്ഛൻ വിളിക്കോ നോക്കട്ടെ. ശരി. എന്താടി അവളിങ്ങനെ? വല്യേച്ചിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സമാധാനം. ആ അനു. ആ മാഡം, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കണം. ആ യഥാർത്ഥ കല്യാണം സ്വർഗത്തിൽ മാലാഖമാർക്കൊപ്പം വിശുദ്ധ പേടകത്തിൽ നടത്തപ്പെടുന്നു എന്നതിനെ കീഴ്മേൽ മറിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ രഹസ്യമായ ഒരു കല്യാണം നടന്നിരിക്കുന്നു. അത് മറ്റാരുടേതുമല്ല, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനിയുടേത്. വരൻ മറ്റാരുമല്ല, വീട്ടിലെ ഡ്രൈവർ പണിക്കും ഗുണ്ടാപ്പണിക്കുമായി നിൽക്കുന്ന മാണിക്കോത്ത് ശിവൻ. ഗെയ്സ്, എങ്ങനെ ഇവർ സെറ്റായെന്നറിയില്ല. പക്ഷേ ഇവരുടെ ബന്ധം മനസ്സിലാക്കിയിട്ടാണ് ആദ്യ ഭർത്താവ് വിഷ്ണു നാടുവിട്ടതെന്നും ചെറിയ കിംവദന്തിയും പരക്കുന്നുണ്ട്. പക്ഷേ അത് കിംവദന്തി അല്ല, സത്യമാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഗെയ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.